പാക് മന്ത്രിമാരുടെ ഭീകരബന്ധത്തെ ശക്തിപ്പെടുത്തുന്ന ലഷ്കർ-ഇ-തോയ്ബ കമാൻഡർമാരുടെ വേദി പങ്കിടുന്ന ചിത്രം പുറത്തു വന്നിരിക്കുകയാണ്. പഹൽഗാം ആക്രമണ കേസിലെ പ്രതി സൈഫുള്ള കസൂരിയെ മഹത്വവൽക്കരിക്കുന്നത് മുതൽ ഹാഫിസ് സയീദിന്റെ മകൻ തൽഹ സർക്കാർ മന്ത്രിമാരോടൊപ്പം വേദി പങ്കിടുന്നവരെയായി കസൂർ റാലി പാകിസ്ഥാന്റെ ആഴത്തിലുള്ള ഭരണകൂട ഭീകരബന്ധത്തെ തുറന്നുകാട്ടുന്നു. മെയ് 28-ന് പഞ്ചാബ് പ്രവിശ്യയിലെ കസൂർ ജില്ലയിൽ നടന്ന ഒരു പരിപാടിയിൽ പാകിസ്ഥാനിലെ ഫെഡറൽ പഞ്ചാബ് സർക്കാരുകളിലെ മുതിർന്ന മന്ത്രിമാർ ഏറ്റവും ശക്തമായ തീവ്രവാദികളുമായി വേദി പങ്കിട്ടത് ഭീകരതയോടുള്ള ഭരണകൂടത്തിന്റെ കൂട്ടുകെട്ടിന്റെ ഭയാനകമായ പ്രകടനമായിരുന്നു. പാകിസ്ഥാനിൽ ഇത് യൂം-ഇ-തക്ബീർ എന്ന പേരിൽ ആഘോഷിക്കപ്പെട്ടു. ആ വേദിയിൽ നടന്ന കാര്യങ്ങൾ ആഗോളതലത്തിൽ ഗുരുതരമായ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന്റെയും മറിയം നവാസിന്റെയും അടുത്ത വിശ്വസ്തരായ പാകിസ്ഥാൻ ഭക്ഷ്യമന്ത്രി മാലിക് റഷീദ് അഹമ്മദ് ഖാനും പഞ്ചാബ് അസംബ്ലി സ്പീക്കർ മാലിക് മുഹമ്മദ് അഹമ്മദ് ഖാനും സൈഫുള്ള കസൂരി, തൽഹ സയീദ്, അമീർ ഹംസ തുടങ്ങിയ ലഷ്കർ ബന്ധമുള്ള തീവ്രവാദികളോടൊപ്പം ഇരുന്ന് ഇന്ത്യക്കെതിരെ വിഷം വമിപ്പിക്കുകയും ഭീകരതയെ മഹത്വവൽക്കരിക്കുകയും ചെയ്തു. തീവ്രവാദി വ്യക്തികളിൽ നിന്നും അകന്നു നിൽക്കുന്നതിനു പകരം മന്ത്രിമാർ വ്യക്തിപരമായ തീവ്രവാദികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു, അവരെ ആലിംഗനം ചെയ്തു, അവരെ പ്രശംസിച്ചു. പാകിസ്ഥാനെ പ്രതിരോധിക്കുന്നതിൽ അവരുടെ പങ്കിനെ മഹത്വവൽക്കരിക്കപ്പെടുന്ന പ്രസംഗങ്ങൾ നടത്തി. ഹാഫിസ് സൈഫുള്ള കസൂരി തുടങ്ങിയ 24 കോടി പാകിസ്ഥാനികളെയാണ് ഇന്ന് പ്രതിനിധീകരിക്കുന്നത് എന്നും മന്ത്രി മാലിക് റഷീദ് പരസ്യമായി പ്രഖ്യാപിച്ചു. തീവ്രവാദ വ്യക്തികളെ ദേശീയ വ്യക്തിത്വവുമായി തുലനം ചെയ്തു. മുരിദ്കെ ആസ്ഥാനത്ത് ഇന്ത്യ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ലഷ്കർ കമാൻഡറായ മുസാദിറിന്റെ സഹോദരൻ ഷെഹ്ബാസ് ഷെരീഫ് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്യുമെന്ന് പോലും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളിലൊന്ന് കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന് ആരോപിക്കപ്പെടുന്ന സൈഫുള്ള കസൂരിയുടേതായിരുന്നു. ആക്രമണത്തിന് ശേഷം ഇയാൾ ഒളിവിൽ പോയിരുന്നു. 24 മിനിറ്റ് നീണ്ടുനിന്ന വിദ്വേഷം നിറഞ്ഞ പ്രസംഗത്തിൽ കസൂരി അഭിമാനത്തോടെ പ്രഖ്യാപിച്ചു, പഹൽഗാമിന് എന്നെ കുറ്റപ്പെടുത്തി, ഇപ്പോൾ ലോകം മുഴുവൻ എന്റെ പേരറിയാം. കസൂരിക്ക് പാകിസ്ഥാൻ ചാരസംഘടനയായ ISI ബഹാവൽപൂരിൽ അഭയം നൽകിയിരുന്നു എന്ന ഇന്റലിജൻസ് വിവരങ്ങളെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നു. കൂടാതെ സംസ്ഥാന മന്ത്രിമാർക്കൊപ്പം അദ്ദേഹം വീണ്ടും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് തീവ്രവാദത്തിന് ഔദ്യോഗിക പിന്തുണ നൽകുന്നുവെന്ന് ഇന്ത്യയുടെ ദീർഘകാല ആരോപണത്തെ കൂടുതൽ സാധൂകരിക്കുന്നു. പരിപാടിയുടെ ഫോട്ടോഗ്രാഫുകളും വീഡിയോകളും ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പല വിദഗ്ധരും ഇതിനെ ഭീകര സംഘടനയുമായുള്ള പാകിസ്ഥാന്റെ അവിശുദ്ധ സഖ്യത്തിന്റെ ദൃശ്യ തെളിവ് എന്ന് വിളിക്കുന്നു. പരിപാടിയുടെ അവസാനം കസൂരി വ്യക്തിഗത മന്ത്രിമാരെ പേരെടുത്ത് നന്ദി പറയാൻ തുടങ്ങിയപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ വീഡിയോ ഷൂട്ടിംഗ് നിർത്താൻ മാധ്യമങ്ങളോട് സൂചന നൽകുന്നത് കണ്ടു. ഇത് ഭരണകൂടത്തിന്റെ രഹസ്യ ഭീകര ബന്ധങ്ങൾ മറച്ചുവെക്കാനുള്ള ആഗ്രഹം, എന്നാൽ നിയന്ത്രിക്കാനുള്ള കഴിവില്ലായ്മ കൂടുതൽ വെളിപ്പെടുത്തുകയായിരുന്നു. അപകടകരമായ പ്രകോപനം എന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന ഒരു സംഭവത്തിൽ ലഷ്കർ-ഇ-തോയ്ബ സഹസ്ഥാപക ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ, ഖാലിസ്ഥാനി മുദ്രാവാക്യങ്ങൾ പ്രതിധ്വനിക്കുകയും ആഗോള ഭീകരനെന്ന് നിയുക്തനുമായ അമീർ ഹംസ വേദിയിൽ നിന്ന് ഖാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിച്ചു. അദ്ദേഹത്തിന്റെ സാന്നിധ്യവും തുറന്ന പ്രസംഗവും ഇന്ത്യയിലെ പഞ്ചാബിൽ വിഘടനവാദവും അശാന്തിയും വളർത്താനുള്ള പാകിസ്ഥാന്റെ ഡീപ് സ്റ്റേറ്റിന്റെയും ലഷ്കർ-ഇ-തോയ്ബയുടെയും പുതിയ ശ്രമങ്ങളുടെ സൂചനയാണ്. ഇന്ത്യക്കെതിരെ പ്രത്യയശാസ്ത്ര യുദ്ധം ആരംഭിക്കുന്നതിന് സംസ്ഥാന പരിപാടികളെയും ഔദ്യോഗിക വേദികളെയും ഉപയോഗിക്കുന്ന ISI LET പ്രചാരണ അവിശുദ്ധ കൂട്ടുകെട്ട് വളർന്നു വരുന്നതിനെ ഇത് സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം കറാച്ചിയിലും റാവൽപിണ്ടിയിലും ഹാഫിസ് സയീദിന്റെ രാഷ്ട്രീയ മുന്നണിയായ പാകിസ്ഥാൻ മർകാസി മുസ്ലിം ലീഗും ഇ-തക്ബീറിനെ അനുസ്മരിച്ച് ഒന്നിലധികം റാലികൾ സംഘടിപ്പിച്ചു. റാവൽപിണ്ടിയിൽ ഉമ്മയുടെ നട്ടെല്ല് ശക്തമായ പാകിസ്ഥാൻ എന്ന തലക്കെട്ടോടെ നടന്ന റാലി പ്രസ് ക്ലബിൽ നിന്ന് ചാന്ദിനി ചൌക്കിലേക്ക് നീങ്ങി. നിരവധി പങ്കാളികൾ ഹാഫിസ് സയീദ്, സൈനിക മേധാവി അസീം മുനീർ, മറ്റ് മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥർ എന്നിവരുടെ പോസ്റ്ററുകൾ വഹിച്ചുകൊണ്ട് ഭീകര ശൃംഖലകൾക്കും പാകിസ്ഥാൻ സ്ഥാപനത്തിലുമിടയിലുള്ള അതിർവരമ്പുകൾ വീണ്ടും മങ്ങിച്ചു. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭീകരരെ പാകിസ്ഥാൻ മന്ത്രിമാർ ആലിംഗനം ചെയ്യുന്നത് കാണുമ്പോൾ ഇന്ത്യയുടെ നയരൂപീകരണക്കാർക്ക് മുന്നിൽ ഈ സംഭവ വികാസങ്ങൾ ഒരു അടിയന്തര ചോദ്യമുയർത്തുന്നു. സമാധാന പ്രക്രിയയോ സംഭാഷണമോ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ഭീകരതയെ, പ്രത്യേകിച്ച് പഹൽഗാം കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട സൈഫുള്ള കസൂരിയെ പരസ്യമായി മഹത്വവൽക്കരിക്കുന്നത് ആഴത്തിലുള്ള കുറ്റകരം മാത്രമല്ല, ഭീകരതയെ ചെറുക്കുന്നതിനുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയുമാണ്. ന്യൂസ് ഡെസ്ക്, കാർമ ന്യൂസ്.